ഐ എം ഡോക്ടർ വന്ദന. ഇത് ഡോക്ടർ അഫ്സാന. പെരിന്തൽമണ്ണ ആരോൺ അക്കാഡമിയിലെ ടീച്ചിങ് ഫാക്കൽറ്റീസാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന 3 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് CPC സർട്ടിഫൈഡ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് ജോബ് ജോയിൻ ചെയ്യാൻ പോകുന്ന 3 സ്റ്റുഡൻസ് ആണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഫഹദ്. ഞാൻ പഠിച്ചത് B.Pharm ആണ്. ഞാൻ മുഹമ്മദ് അനീസ്. ഞാൻ പഠിച്ചത് BBA ആയിരുന്നു. ഞാൻ റംഷീദ്. ഞാൻ പഠിച്ചത് BA എക്കണോമിക്സ് ആയിരുന്നു. ഫഹദ്, അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചതാണല്ലേ ഫഹദ്? അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ കോഴ്സിന് അത് കണ്ടിന്യൂ ചെയ്യാതെ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിങ്ങിലോട്ട് വന്നത്? കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ പാക്കേജുകൾ വേരിയസ് ആയിരുന്നു. പക്ഷെ ഒരു കോൺസ്റ്റന്റ് പാക്കേജ് അല്ല, ചിലപ്പോൾ അത് കൂടിക്കൊണ്ടാവും. എക്സ്പീരിയൻസിനനുസരിച്ചുള്ള പാക്കേജ് എനിക്ക് കിട്ടിയിട്ടില്ല. എക്സ്പീരിയൻസിനനുസരിച്ച് പാക്കേജ്, പിന്നെ ഫീൽഡ് ചേഞ്ച് എന്നുള്ളിടത്തോളം വന്നതാണ്. ഓക്കെ, അപ്പൊ ഫഹദ് പറയുന്നത് ഒരു ബെറ്റർ സാലറി എന്നുള്ളതാണല്ലേ? സാലറി മാത്രമല്ല, പിന്നെ സ്ട്രെസ് ഉണ്ട്, വർക്ക് സ്ട്രെസ് നല്ലോണം ഉണ്ട്. ഫാർമസി വർക്കാണ്, അതിൻ്റെതായ സ്ട്രെസ്സുകൾ നല്ല ഉണ്ട്. അപ്പൊ ഈ രണ്ടും കൂടെ ഒന്ന് കുറക്കുക. ഓക്കെ, അപ്പോൾ ഫഹദ് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പക്ഷെ അനീസ്, റംഷിദ് നോൺ ലൈഫ് സയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട് നോൺ ലൈഫ് സയൻസ് ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നമ്മൾ ഒരുപാട് ചൂസ് ചെയ്യാവാതെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അതിനിപ്പോ ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് ഹയറിംഗ് വരുമ്പോ അവിടെ കൊടുക്കുക. നമ്മള് ഇന്ന കമ്പനി തന്നെ വേണമെന്നത് വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇഷ്ടംപോലെ വരുന്നുണ്ട്. നോൺ ലൈഫ് സയൻസ് ഉള്ളവർക്കും ഒരേപോലെ തന്നെ ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് മെഡിക്കൽ കോഡിംഗ്. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെഡിക്കൽ കോഡിംഗ്. പിന്നെന്ന് വെച്ചാൽ പോകാൻ തയ്യാറാവണം. നമ്മൾ പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ജോബ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ റംഷി നോൺ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് കോഴ്സ് എടുത്തത്. അപ്പൊ കോഴ്സ് എടുത്ത് പഠിച്ച് എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് എക്സാം കഴിഞ്ഞ് ഇപ്പൊ ഒരു ജോലിയിൽ എത്തി നിൽക്കുന്നു. അപ്പൊ എന്താണ് റംഷിക്ക് ഇപ്പൊ തോന്നുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു റംഷിയുടെ ആ ഒരു ജേണി? ഫസ്റ്റില് തുടക്കത്തില് ഇത് കുറച്ച് ടഫായിരുന്നു, കാരണം സിലബസ് മാറ്റുന്നത്. പിന്നെ പഠിക്കാൻ കുറച്ച് ടഫായിരുന്നു. പിന്നെ ടീച്ചർമാരുടെ സപ്പോർട്ട് കുറെ അധികം വളരെ ഉപകാരപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിജയകരമായിട്ട് കഴിഞ്ഞത്. ഇപ്പൊ റംഷിദ് ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്? അതെ, സാറ്റിസ്ഫൈഡ് ആണ്. അനീസിന് എന്താ പറയാനുള്ളത്? ഇപ്പോ ഞാന് എന്റെ ക്ലാസ് കഴിഞ്ഞ് ഒരു 4 മന്ത് ഗ്യാപ്പ് എടുത്തിട്ടാണ് എക്സാം പ്രിപ്പറേഷന് വരുന്നത്. ഇപ്പൊ റംഷിദ് ആണെങ്കിലും അവനൊരു 6 മന്ത്സോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഫാക്കൽറ്റീസ് മാറി പുതിയ ഫാക്കൽറ്റീസ് വന്നവരുണ്ടായിരുന്നു. അവരാണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ട് തന്നെ ചെയ്തത്. നമ്മളെ ആദ്യം മുതലേ അറിയുന്നവരല്ലാതിനും അവർ നല്ല സപ്പോർട്ട് നമുക്ക് ചെയ്തിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളെ ഗ്രൂപ്പായി ഇരുത്തി നല്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചു തന്നു. ഞാൻ എക്സാം എഴുതുന്നത് സെപ്റ്റംബർ മന്തിലാണ്. സെപ്റ്റംബർ ഏറ്റവും ലാസ്റ്റ് എക്സാം എഴുതിയ ആള് ഞാനാണ്. അതിനു മുന്നേ സെപ്റ്റംബർ 1 മുതൽ ഇപ്പൊ 31 വരെ എഴുതിയ എല്ലാവരും പാസ്സാണ്. എല്ലാവരും ഞങ്ങൾ ഒരു ഏകദേശം 20 സ്റ്റുഡൻസോളം ഉണ്ടായിരുന്നു. എല്ലാവരും പാസ്സാണ്. ആരും അന്ന് ഫെയിൽ ആയിട്ടില്ല. 100% ഞങ്ങളെല്ലാവരും വിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ടീച്ചേഴ്സിനാണ്. പിന്നെ സ്റ്റുഡൻസും അതേപോലെ എല്ലാവരും അറിയണവര് പരസ്പരം ഷെയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതും ഞങ്ങളെ വിജയിക്കാൻ നല്ലൊരു ഇതിലെത്തിച്ചു. അപ്പോൾ എല്ലാവരും പുതിയൊരു കരിയറിലോട്ട് എത്തി, പ്ലേസ്ഡ് ആയി, ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ ഇനി മെഡിക്കൽ കോഡേഴ്സ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ 3 പേർക്കും ഉണ്ടാവട്ടെ. ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. 3 പേർക്കും ബെസ്റ്റ് വിഷസ്.